അങ്ങനെ പുതിയൊരു അധ്യയന വർഷം കൂടി കടന്നു വരികയാണ്. ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ് ഇനി എന്ത് എന്ന കൺഫ്യൂഷനിലാണ് എല്ലാവരും. ചിലർ ജോലി നേടും, മറ്റു ചിലരാവട്ടെ PSC, SSC, ബാങ്ക് കോച്ചിങ് തുടങ്ങിയവയിലേക്ക് തിരിയും. മറ്റു ചിലരാവട്ടെ PG കോഴ്സസ്, MBA, CA, CMA തുടങ്ങിയവയിൽ എൻറോൾ ചെയ്യും. ഈ പ്രൊഫഷണൽ കോഴ്സ് ശ്രേണിയിലേക്ക് ഏത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും ചെയ്യാവുന്നതും ലോകമെമ്പാടും ജോലി സാധ്യതയുള്ളതുമായ ഒരു കോഴ്സിനെ കുറിച്ചാണ് ഈ സെഷൻ. ഈ പ്രൊഫഷനാണ് CA അഥവാ സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റർ. ഇന്നത്തെ കാലത്ത് കൂടുതൽ കുട്ടികളും ഡിഗ്രി കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനും അവിടെ ജോലി നേടാനും ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിന്ന് പഠിച്ച് കേവലം ഒരു വർഷം കൊണ്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന, എന്നാൽ 163 പരം രാജ്യങ്ങളിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് CIA അഥവാ സർട്ടിഫൈഡ് ഇന്റേണൽ ഓഡിറ്റർ. ഇന്റേണൽ ഓഡിറ്റിംഗ് മേഖലയെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും നമ്മളോട് വിശദമായി സംസാരിക്കുന്നതിന് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഈ രംഗത്തെ പ്രശസ്തനായ ഡോക്ടർ SGK ശർമ്മയാണ്. ഡോക്ടർ ശർമ്മ, ഗ്രേറ്റ് ടു ഹാവ് യു വിത്ത് us ടുഡേ. താങ്ക് യു. എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ്? ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ 2 ടൈപ്പ് ഉണ്ട്. പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഞാനിപ്പോൾ പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെയാണ്. ഏതൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ഈ ലോകത്ത് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫൈനാൻസ്. അതിപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ എന്നുള്ള പ്രിൻസിപ്പിളിലേക്ക് മാറി. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ എത്രമാത്രം വാല്യൂ ആ ഒരു ഓർഗനൈസേഷന് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ദിസ് ഇസ് എ ഗ്രേറ്റർ ഒബ്ജക്റ്റീവ് ടു ബി അച്ചീവ്ഡ്. ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ സസ്റ്റൈനബിലിറ്റി അത് ബാധിക്കും. അപ്പോൾ എവറി ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ് വിൽ ബി ട്രൈങ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. സോ അതിലേക്ക് വേണ്ടി അവർ മാക്സിമം പ്രയത്നിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. ബട്ട് വൈൽ ഡൂയിങ് സോ ദേ വിൽ ഹാവ് ടു ഫേസ് ലോട്ട് ഓഫ് ചാലഞ്ചസ്. ഈ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ റിസ്ക്സ് ഒരുപാടുണ്ടാവും. ഒരു ബിസിനസ്സും റിസ്ക് ഫ്രീ അല്ല ഈ ലോകത്ത്. തീർച്ചയായിട്ടും. എത്രമാത്രം ആ ബിസിനസ്സിൻ്റെ സീനിയർ മാനേജ്മെൻറ്റ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആ റിസ്ക് ഫാക്ടേഴ്സിനെ ലഘൂകരിച്ച് കൊണ്ടുവരുന്നു, അത്രയ്ക്ക് സ്മൂത്തായിട്ട് അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ റിസ്കിനെ ലഘൂകരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഡയറക്ടേഴ്സ് കൊണ്ടുവരുന്ന ടൂളാണ് ഇൻറ്റേർണൽ കൺട്രോൾ മെക്കാനിസംസ്. ഈ ഇൻറ്റേർണൽ കൺട്രോൾ മെക്കാനിസംസ് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ റിസ്ക് ഫാക്ടേഴ്സിനെ ലഘൂകരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഒരിക്കൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രമാത്രം എഫക്റ്റീവാണെന്ന് മനസ്സിലാക്കലും ഈ ഡയറക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് അവർക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടോ, എഫിഷ്യൻസി വരുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പറയുന്ന ആൾക്കാരാണ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്. അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. സോ അവർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറയും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഈ സർട്ടിഫിക്കേഷൻ കോഴ്സിന് ഇൻഡസ്ട്രിയിൽ എത്രമാത്രം സ്വീകാര്യതയുണ്ട്? നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇൻ കുക്കിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഫോട്ടോഗ്രാഫി, സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിങ്, ഇങ്ങനത്തെ ഷോർട്ട് ടേം സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചാണ് നമ്മുടെ ആൾക്കാർ ഇതിനു മുമ്പ് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഉപയോഗിക്കുന്ന സർട്ടിഫിക്കേഷൻ ഈസ് ആൻ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ given by an international body and only one body which is actually eligible to certify somebody that he or she is an internal auditor. അപ്പോൾ ഒരാൾ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റർ പ്രൊഫഷണൽ ആണെന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു സർട്ടിഫിക്കേഷനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ദിസ് ഈസ് എ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ. ഈ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന ഒരാൾക്ക് ഈ ലോകത്ത് 174 രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ CIA എന്നുള്ള പ്രോഗ്രാം 174 രാജ്യങ്ങളിൽ റിലവൻ്റാണ്, ഇന്ത്യ അടക്കം. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ്റെയും നേരത്തെ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യലാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സാധൂകരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഫിഷ്യൻസി ഉണ്ടാവണം. എഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന് മാനേജ്മെൻറ്റിന് ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ റിലവൻസ് എല്ലായ്പ്പോഴും ത്രൂ ഔട്ട് ദ വേൾഡ് ഉണ്ടാകുന്നുണ്ട്. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ബി റിമെമ്പേർഡ്.
CA സർട്ടിഫിക്കേഷൻ നേടുന്നതുകൊണ്ടുള്ള പ്രൈമറി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് നല്ലൊരു പ്രൊഫഷണലായി മാറാൻ സാധിക്കും. ഓക്കെ. കാരണം അതിൻ്റെ ട്രെയിനിങ് ആണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, സാധാരണ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണലി എന്തൊക്കെ സംഭവിക്കാം, അതിൽ നിന്ന് ഓർഗനൈസേഷനിൽ എത്രമാത്രം എഫക്റ്റീവ്നെസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻറ്റ് നടത്താനും ഇവാലുവേറ്റ് ചെയ്യാനും ഒരു സീനിയർ മാനേജ്മെൻറ്റിനെ അഡ്വൈസ് ചെയ്യാനുമുള്ള ഒരു എബിലിറ്റി ഈ സർട്ടിഫിക്കറ്റ് ഹോൾഡർക്ക് ഉണ്ടാകും പാസ്സായതിനു ശേഷം. മനസ്സിലായി. സോ ഇതെപ്പോൾ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഒരു ബുക്ക് വായിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു അറിവല്ല, പ്രാക്ടിക്കലി ഓരോ ഓർഗനൈസേഷനിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളും കൂടെ സമന്വയിക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന എബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ CIA എന്നുള്ള ഈ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് മുഖേന ഈ ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആൻഡ് ദേ വിൽ ബി ബേസിക്കലി റിലയബിൾ ഫോർ എനി ഓർഗനൈസേഷൻ അക്രോസ് ദ ഹോൾ ഗ്ലോബ്. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി. ഒരു പ്രാക്ടിക്കബിൾ ആയിട്ടുള്ളൊരു കോഴ്സാണിത്. 100%. കാരണം തിയറി മാത്രം പഠിച്ചു പോയാൽ ഒരു മനുഷ്യന് എവിടം വരെ എത്താം, അതിൻ്റെ എത്രയോ ദൂരം പ്രാക്ടിക്കലി ഒരു സ്പെസിഫിക് കോഴ്സിനെ നമ്മൾ ഫേസ് ചെയ്ത് പഠിച്ച് പാസ്സായി വരുമ്പോൾ അവരുടെ അച്ചീവ്മെൻറ്റ് സാധാരണഗതിയിൽ വിവരിക്കാൻ പറ്റാത്ത രീതിയിലാവും. ദിസ് ഈസ് ദ സ്പെഷ്യാലിറ്റി പ്രോബ്ലി ഐ ക്യാൻ ഹൈലൈറ്റ് ഹിയർ. ഇന്റേണൽ ഓഡിറ്റിങ്ങിൽ കരിയർ അഡ്വാൻസ്മെൻറ്റിനും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനും ഈ കോഴ്സ് എത്രമാത്രം സഹായകരമാണെന്ന് പറയാമോ? കാരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഇത് രണ്ടാണ്. ഓക്കെ. കാരിയർ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരാൾ തുടക്കത്തിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു എക്സിക്യൂട്ടീവായിട്ട് ജോയിൻ ചെയ്യുന്നു, അദ്ദേഹം ഒരു സീനിയർ മോസ്റ്റ് വൈസ് പ്രസിഡൻ്റായി മാറി. ദിസ് ഈസ് എ കാരിയർ അഡ്വാൻസ്മെൻറ്റ്. പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഒരാൾ പ്രൊഫഷണൽ ഒരിക്കലാവുന്നില്ല. തീർച്ചയായിട്ടും. ഈ പ്രൊഫഷണൽ ആകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ഏരിയാസ് ഉണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലിമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. എത്രമാത്രം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പല ലാംഗ്വേജ് ഉണ്ടെങ്കിലും ഗ്ലോബലി അക്സെപ്റ്റഡ് ലാംഗ്വേജായ ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് കമാൻഡുണ്ട്, ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ബിക്കോസ് വെൻ യു ആർ ഫേസിങ് എൻ ഇൻ്റർവ്യൂ ബോർഡ് യു ആർ സെല്ലിങ് യുവർ സെൽഫ്. അപ്പം നമ്മളെ തന്നെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ അവർ ലാംഗ്വേജ് ഓൺലി വി ക്യാൻ സെൽ. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉണ്ടായിരിക്കണം. ഒരു അനാലിറ്റിക്കൽ സ്കിൽ വേണം എപ്പോഴും. ഓരോ കാര്യങ്ങളെയും ഏതൊക്കെ രീതിയിൽ നമ്മൾ കാണണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയാസ് നമുക്കുണ്ടാവണം. നമ്മൾക്കൊരു ഡോക്യുമെൻ്റ് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു സിറ്റുവേഷൻ കണ്ടു, അത് ആ ഓർഗനൈസേഷനെ ഏതൊക്കെ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും എന്ന് നമ്മൾക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കണം. ഇതെല്ലാം സോഫ്റ്റ് ഏരിയാസാണ്. ഇതൊക്കെ കൂടെ ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ ദാറ്റ് പേഴ്സൺ ബിക്കംസ് എ പ്രൊഫഷണൽ. CIA എന്നുള്ള പ്രോഗ്രാമിൽ basically the training what we impart is focused towards professional development. When you are developing yourself as a professional, career automatically develop ആയിക്കോളൂ. There is absolutely no barrier. Okay. So the way we are training makes a big difference. Okay. So കോഴ്സിനെ സംബന്ധിച്ച് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. ബിക്കോസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ തന്നെ ബാധിക്കും. സോ അത്രമാത്രം എഫക്റ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം ഒരു ഇൻറ്റേർണൽ ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് റിക്വയർസ് എ പ്രൊഫഷണൽ അപ്രോച്ച്. വൺസ് യു ആർ ഏബിൾ ടു എസ്റ്റാബ്ലിഷ് യുവർ സെൽഫ് എസ് എ പ്രൊഫഷണൽ യു വിൽ എലിവേറ്റ് യുവർ സെൽഫ്. ശരിക്കും ഒരു മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസിനെ പോലും ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് ഇത്. ഇൻഡയറക്റ്റ്ലി അല്ല, ഡയറക്റ്റ്ലി തന്നെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം എന്നുള്ളത് ദാറ്റ്സ് എ മസ്റ്റ്. അതിനകത്ത് വേറെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. അത് വേണ്ടാന്ന് വയ്ക്കാനും സാധിക്കില്ല. അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിൻ്റെ ഹെൽപ്പില്ലാതെ നടക്കില്ല. Evaluation, review is a continuous process to be done by the directors of an organization. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല.
അത് ചെയ്യാൻ എക്സ്പെർട്സ് വേറെയുണ്ട്. ആ എക്സ്പെർട്സാണ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്. സോ അവർ ചെയ്യും, ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ അവർ ഡിസിഷൻ എടുക്കും. സ്ട്രാറ്റജിക്കലി ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇവരുടെ റിപ്പോർട്ടിംഗ് സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിലുള്ള ഗ്ലോബലിയുള്ള എമർജിങ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? എമർജിങ് ട്രെൻഡ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുൻകാലങ്ങളിൽ പല ഓർഗനൈസേഷൻസിലും മാനുവൽ സിസ്റ്റംസ് ആയിരുന്നു കൂടുതലും അപ്ലൈ ചെയ്തിരുന്നത്. ഓക്കെ. ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും മാനുവലായിരുന്നു. ബട്ട് ഓരോ വർഷം കഴിയും തോറും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഒരു ബിസിനസ്സിനെ സാരമായി ഇമ്പാക്റ്റ് ചെയ്തു തുടങ്ങി. ഇന്നത്തെ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ടെക്നോളജി ഒരു ബിസിനസ്സിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും. ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിനും ടെക്നോളജി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. സോ സാധാരണ ട്രഡീഷണലി ഉണ്ടായിരുന്ന ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് മാറി ടെക്നോളജിക്കലി നമ്മൾ അഡ്വാൻസ്ഡായി എങ്ങനെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് 100% ഒരു നോളജ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് സക്സസ്ഫുള്ളി ചെയ്യാൻ സാധിക്കില്ല. ഈ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി, സിസ്റ്റം മീൻസ് ഒരു ഓർഗനൈസേഷനിൽ മാനുവൽ സിസ്റ്റംസ് ഉണ്ടാവും, ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഉണ്ടാവും. ഓട്ടോമേഷനിലേക്ക് പോകും തോറും റിസ്ക്കും കൂടി വരും. ഈ റിസ്കിനെ കുറയ്ക്കാനായിട്ടാണല്ലോ കൺട്രോൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൺട്രോൾസ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിലുണ്ടാകുന്ന റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഓട്ടോമേറ്റഡ് കൺട്രോൾസാണ്. ഇപ്പോൾ ഈ ഓട്ടോമേഷനെ കുറിച്ചുള്ള എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും നോക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് കൺട്രോൾസിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിനുള്ള നോളജ് നമുക്ക് വേണം. സോ യു മസ്റ്റ് ബി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ്. Point number 1. Point number 2 is the way you are performing an internal auditing underwent a strategic transformation. എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ട്രഡീഷണലി നോക്കിയിരുന്ന പല ഡോക്യുമെൻറ്റേഷൻ, എവിഡൻസസ് എല്ലാം ഇപ്പോൾ സിസ്റ്റമൈസ്ഡായി. ഈവൻ ഒരു വാട്സാപ്പിൽ വരുന്നൊരു സാധനം പോലും ഒരു എവിഡൻസായി മാറുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും അതനുസരിച്ച് ഓരോ കാലഘട്ടത്തിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ബിസിനസ്സിലുണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് നമ്മളും മാറും. അപ്ഗ്രേഡഡ് ആവണം. ഒരിക്കലും ഡൗൺഗ്രഡേഷൻ ഇല്ല, അപ്ഗ്രഡേഷൻ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ബേസിക് ചേഞ്ച് പ്രോബ്ലി യു വുഡ് ബി ഏബിൾ ടു വിറ്റ്നസ് അക്രോസ് ദ ഗ്ലോബ്. തീർച്ചയായിട്ടും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. യെസ്. ഇപ്പോൾ AI കാലമാണല്ലോ. ഇനിയുള്ള കാലത്ത് ഈ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിനെ AI എങ്ങനെയായിരിക്കാം ബാധിക്കാൻ പോകുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടേം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഇസ് ആർട്ടിഫിഷ്യൽ. ഡിസിഷൻ മേക്കിംഗ് ഈസ് നാച്ചുറൽ. ഇവാലുവേഷൻ ഈസ് ഓൾസോ നാച്ചുറൽ. യു ഷുഡ് ഓൾവേസ് റിക്വയർ എ നാച്ചുറൽ ബ്രെയിൻ ടു ഡിസൈഡ് ആൻഡ് ടു ഇവാലുവേറ്റ്. ആ നാച്ചുറൽ ബ്രെയിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രത്യേകിച്ച് സ്ഥാനമില്ല. പല മേഖലയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡോമിനേറ്റ് ചെയ്യുന്ന മേഖലകളുണ്ട്. പക്ഷേ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ചുള്ളൊരു തീരുമാനം, എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചുള്ളൊരു ഇവാലുവേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തഡോളജിയെക്കുറിച്ച് നമ്മൾ ഒരു ആധികാരികമായിട്ട് ഒരു അനാലിസിസ് നടത്തുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നിലവിൽ ചെയ്യാൻ സാധിക്കില്ല. അതിനകത്ത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്നുള്ളൊരു ഫീൽഡിൽ മാനുവൽ കൺട്രോളുമുണ്ട്, ഓട്ടോമേറ്റഡ് കൺട്രോളുമുണ്ട്. വിത്തൗട്ട് മാനുവൽ കൺട്രോൾ ഓട്ടോമേഷൻ എലോൺ കനോട്ട് സ്റ്റാൻഡ്. അത്രത്തോളം കാലം ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള റിലവൻസ് ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് റീപ്ലേസ് ആയി എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. സോ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിന് ഇന്ത്യയിലും വിദേശത്തുമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ? ഏതൊരു പ്രൊഫഷണൽ കോഴ്സും പോട്ടെ, ഏത് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഗെറ്റിംഗ് കംഫർട്ടബിളി പ്ലേസ്ഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ആസ്പിരൻറ്റ്. അപ്പോൾ അതിനകത്ത് വേറെ മറു ചോദ്യമില്ല. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് എന്ന് സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 174 രാജ്യങ്ങളിൽ ഈ കോഴ്സ് ആപ്ലിക്കബിളാണ്. ഇനി നമ്മൾ ഓരോ ഓർഗനൈസേഷനിൽ എവിടെയൊക്കെ പ്ലേസ്ഡ് ആവും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലും ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററുടെ സാന്നിധ്യം ആവശ്യമാണ്. പോയിൻ്റ് നമ്പർ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് ഗവർണൻസ്
അതിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്. അവരില്ലാതെ ഒരു ശരിയായ തീരുമാനം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എടുക്കാൻ സാധിക്കില്ല. കാരണം എക്സ്പെർട്സിൻ്റെ ഹെൽപ്പ് എപ്പോഴും ആവശ്യമാണ്. തീർച്ചയായിട്ടും. സോ ഈ ഒരു ആസ്പെക്റ്റ് ഉള്ളിടത്തോളം കാലം ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, എംപ്ലോയ്മെൻറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഈസ് നെവർ ഗോയിങ് ടു ബി എൻ ഇഷ്യൂ. ഇനി ഇന്ത്യയുടെ തന്നെ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിൻ്റെ നെസസിറ്റി ഫീൽ ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിൻ്റെ നീഡ്, അവർ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഇന്ത്യയിലും കൊടുത്തു തുടങ്ങി. അതുകൊണ്ട് ഇന്ത്യയിലുള്ള പല സ്ഥാപനങ്ങളിലും, പല ബിസിനസ്സിലും, ഈവൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിൻ്റെ നീഡ് വർദ്ധിച്ച് വരുന്നതുകൊണ്ട് ഇവിടെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഇവിടെ ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് CIA എന്നുള്ള ക്വാളിഫൈഡ് പീപ്പിളിനെ അവരെടുക്കുന്നുണ്ട്. സോ അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി യു ആർ സെർവിങ് ദ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. സോ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിമാൻഡ് ഈസ് ഓൾവേസ് എക്സിസ്റ്റിംഗ്. ഇറ്റ് വിൽ നോട്ട് കം ഡൗൺ ഇൻ നിയർ ഫ്യൂച്ചർ. ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇൻറ്റേർണൽ ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി പറയുന്നതിന് മുമ്പ് ഒരു ഓർഗനൈസേഷണൽ സക്സസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ അവരുടെ ഓപ്പറേഷൻസ്, ഫൈനാൻഷ്യൽ സിസ്റ്റംസ്, ലീഗൽ സിസ്റ്റം എത്രമാത്രം സ്ട്രോങ് ആണോ അവരുടെ സക്സസ് 100% ഗ്യാരണ്ടീഡ് ആണ്. ഇത് മൂന്നും എൻഷുവർ ചെയ്യലാണ് ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററുടെ ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ, അവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റംസ്, കൺട്രോൾസ് പ്രോപ്പറാണോ അല്ലയോ, ലീഗലി ആ ഒരു ഓർഗനൈസേഷൻ പ്രോപ്പറായിട്ട് കംപ്ലയൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, കംപ്ലയൻസ് ചെയ്താൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും ലീഗലി കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ അട്രാക്ട് ലോട്ട് ഓഫ് പെനാലിറ്റീസ്. പെനാലിറ്റി വരുമ്പോൾ ലോസസ് ഉണ്ടാവും. ആ ലോസസിനെ പ്രിവെൻറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ലീഗൽ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്. ഇത് മൂന്നും ഇവാലുവേറ്റ് ചെയ്ത് ഒരു മാനേജ്മെൻറ്റിനോട് അഷ്വറൻസ് കൊടുക്കും ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ഇതുകൂടാതെ കൺസൾട്ടിങ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കൺസൾട്ടിങ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ സപ്പോസ് മാനേജ്മെൻറ്റ് വാണ്ട്സ് ആൻ അഡ്വൈസ്, ദാറ്റ് അഡ്വൈസ് ഇവരെ കൊണ്ട് കൊടുക്കാൻ സാധിക്കും. എന്തിനെക്കുറിച്ചുള്ള അഡ്വൈസ്? മാനേജ്മെൻറ്റ് വാണ്ട്സ് ടു ഇവാലുവേറ്റ് ദ കറണ്ട് സിസ്റ്റം. അതിൽ നിന്ന് അപ്ഗ്രഡേഷനിലേക്ക് വേണ്ടി ആലോചിക്കുന്നു, എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കൺസൾട്ടേഷൻ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിന് മാനേജ്മെൻറ്റിന് കൊടുക്കാൻ സാധിക്കും. പോയിൻ്റ് നമ്പർ 2, ഒരു ഓർഗനൈസേഷനിൽ സിസ്റ്റംസ് ലാക്കുണാസ്, എന്തൊക്കെ തകരാറുകൾ ഉണ്ടോ അതിനെ എങ്ങനെ നമ്മൾ ഇല്ലാണ്ടാക്കും, അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ പല ടൈപ്പ് ഓഫ് അഡ്വൈസസ് കൊടുക്കുന്നതും ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്: ഗിവിങ് അഷ്വറൻസസ് ടു ദ മാനേജ്മെൻറ്റ്, ഗിവിങ് കൺസൾട്ടേഷൻ ടു ദ മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് ദെയർ ഓപ്പറേഷൻസ്, ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. മറ്റ് ഫിനാൻഷ്യൽ പ്രൊഫഷനുകളിൽ നിന്ന് CIA വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഫൈനാൻഷ്യൽ പ്രൊഫഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈസ് എ ഫിനാൻഷ്യൽ പ്രൊഫഷൻ. MBA ഫിനാൻസ് അതൊരു ഫിനാൻഷ്യൽ പ്രൊഫഷനാണ്. കോസ്റ്റ് അക്കൗണ്ടൻസ് ഉണ്ട്. ഇവരൊക്കെ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റം, ആ സിസ്റ്റം ഉണ്ടാക്കുന്നു, സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ആ സിസ്റ്റം എങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടോ ആ രീതിക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. സോ ദേ ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. ഒരു ബിസിനസ് ഓപ്പറേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു പ്രിസർവ് ദ ക്യാഷ് ഫ്ലോസ്, ഹൗ ടു ജനറേറ്റ് ദ ക്യാഷ് ഫ്ലോസ്, ഹൗ ടു പ്രിസർവ് ദ ക്യാഷ് ഫ്ലോസ്. ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നത് ബേസിക്കലി ഒരു മാർക്കറ്റിങ്ങിൻ്റെയും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് ഫിനാൻഷ്യൽ പ്രൊഫഷണൽസാണ്. അവർ കൊണ്ടുവരുന്ന ക്യാഷ് ഫ്ലോസിനെ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, എങ്ങനെ അതിൽ നിന്ന് സേവിങ്സ് ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് വേണ്ടി എത്രമാത്രം നമ്മളെ കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിങ്
ഉണ്ടാക്കുന്നത് ഫൈനാൻസ് പ്രൊഫഷണൽസാണ്. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് അതല്ല. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന റിസ്ക് അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈൻ ചെയ്ത് അപ്ലൈ ചെയ്യുന്ന കൺട്രോൾസ്, അതൊരു ഫിനാൻസ് കൺട്രോളും ആവാം. ഫിനാൻസ് സിസ്റ്റത്തിലുള്ള ഫിനാൻഷ്യൽ കൺട്രോൾസ്, ഈ കൺട്രോൾസ് എഫക്റ്റീവ് ആണോ എന്ന് ഫിനാൻസ് പ്രൊഫഷണലിന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഹു വിൽ ചെക്ക്? ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് വിൽ ബി ചെക്കിങ്. അപ്പോൾ അവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഓരോ ഏരിയയിലും എഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ഹൗ ബേസിക്കലി an internal auditor differentiate himself or herself from other finance professionals. Hope it is clear. ഏത് തരത്തിലുള്ള കുട്ടികൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണോ ഇത്? ഒരു പ്രൊഫഷണൽ കോഴ്സും ഡിഫിക്കൽട്ട് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ ഫോറിൻ പ്രൊഫഷണൽ കോഴ്സസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 എക്സാംസേ ഉള്ളൂ. ഈ 3 എക്സാംസേ ഉള്ളൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതൊരു കേക്ക് വാക്ക് ആണെന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അൺഅച്ചീവബിളും അല്ല. ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഇൻക്ലിനേഷൻ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് ഷാർപ്പാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും പാസ്സാവാൻ സാധിക്കും. നിങ്ങൾ നേരത്തെ റാങ്ക് ഹോൾഡറാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 35% മാർക്ക് മേടിച്ച് പാസ്സായ ആളാണോ എന്നുള്ളത് ഇവിടെ റിലവൻ്റ് അല്ല. ഈ കോഴ്സിനെ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ നോക്കിക്കാണുന്നു, ഈ കോഴ്സിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അതേപടി ആ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ, സ്വന്തമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ, വേറെ കുറേ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ടോ, സ്വയം ലാംഗ്വേജ് ഇമ്പ്രൂവൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി ഈ കോഴ്സ് പാസ്സാവാൻ സാധിക്കും. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നടക്കത്തുമില്ല. സോ ഇത് ഡിഫിക്കൽട്ടാണോ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് ഡിഫിക്കൽട്ടാണ്. ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് അനുസരിച്ച് അത് അപ്ലൈ ചെയ്ത് ആത്മാർത്ഥമായി ഇൻക്ലൈൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അതിന് ആറ്റിറ്റ്യൂഡുള്ള ഒരു സ്റ്റുഡൻറ്റിന് ദിസ് ഈസ് നെവർ എവർ ഗോയിങ് ടു ബി അൺഅച്ചീവബിൾ. ദേ ക്യാൻ ബിക്കം ആൻ ഇൻറ്റേർണൽ ഓഡിറ്റർ ഫോർ ഷുവർ. ഒരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി എക്സാക്ട്ലി എനി കോഴ്സ് ഹാസ് എ മെത്തഡോളജി. BSc ഫിസിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മെത്തേഡുണ്ട്. സിമിലർലി ഈവൻ ദിസ് ഹാസ് എ മെത്തേഡ്. ആ മെത്തേഡിക്കലി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി ബാരിയർ, യു ക്യാൻ. പിന്നെ ലക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് 10% മാത്രം. 90% നമ്മുടെ കയ്യിലാണ്. 10% ഈസ് എ ലക്ക് ഫാക്ടർ. ഐ കനോട്ട് ഡിസ്കാർഡ് ഇറ്റ്. ബട്ട് ലെറ്റ് മി ടെൽ യു, 90% നമ്മുടെ എഫർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് യു ക്യാൻ പാസ്. അങ്ങനെ പാസ്സായ എത്രയോ ആൾക്കാരുണ്ട്. Thank you, sir. Level 3 EduTech, the best institute for certified internal auditor course in Kerala.